എങ്കിലും ഈ ലാസ്റ്റ് സപ്പർ എന്നുള്ളത് നമുക്കറിയാം, ഒരു പൊതുവെ ക്രൈസ്തവ വീടുകളിൽ ഒരു പൊതുവേ ഉള്ള ഒരു ക്രൈസ്തവ വീടുകളിലൊക്കെ, പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ പാരമ്പര്യത്തിലൊക്കെ ഉള്ള ഒരു വീടുകളിൽ ഈ അന്ത്യ അത്താഴത്തിൻ്റെ ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ഫോട്ടോ കാണാം. മനോഹരമായ ഫോട്ടോയാണ്. എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ശില്പിയാണ്. അദ്ദേഹം തടിയിലൊക്കെ മനോഹരമായിട്ട് അത് കൊത്താറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലാസ്റ്റ് സപ്പർ തന്നെ കൈകൊണ്ട് വരച്ചതുണ്ട്, തടിയെ കൊത്തിയെടുത്തിട്ടുണ്ട്. ഒരു കലാസൃഷ്ടി എന്നാൽ അദ്ദേഹം ഒരു കലാകാരനാണ്. ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഇടയ്ക്ക് അത് മെഴുകലുണ്ടാക്കി. ഈ ലാസ്റ്റ് സപ്പർ മെഴുകിലുണ്ടാക്കി അത് നല്ല രസമാണ്. അത് വളരെ ക്രിയേറ്റീവായിട്ടത് നമ്മുടെ മെഴുകലിൻ്റെ ഒരു ഇത് ഉണ്ടാക്കി അത് ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ നല്ല ഒരു കൗതുകം ഉണർത്തുന്നൊരു കാഴ്ചയാണ്. എങ്കിലും പൊതുവെ ഇത് വെക്കുക എവിടെയാണ് സാധാരണ ഈ ഫോട്ടോ ക്രൈസ്തവരൊക്കെ സൂക്ഷിക്കുന്നത്? ഡൈനിങ് ഹോളിലാണ്. ഡൈനിങ് ഹോളിൻ്റെ മുകളിൽ ഈ ഒരു ഡൈനിങ് റൂമിലാണ് വെക്കുക. അപ്പോൾ ഡൈനിങ് റൂമിൽ ഇരുന്നു കൊണ്ട് ഇത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഈ ക്രിസ്തു ഈ ഏറ്റവും വലിയ പ്രത്യേകത ഇവരെ എല്ലാം ഒരുമിച്ചിരുത്തി എന്നുള്ളതാണ്. ഈ ഒപ്പം ഇരുത്താൻ വേണ്ടി അപ്പമായ ക്രിസ്തുവിനെയാണ് നമ്മളവിടെ കാണുക. ഇവരെല്ലാം ഒന്ന് ഒരുമിച്ചിരുത്തണ്ടേ. ഈ ഒരുമിച്ചിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം. ഇതിനകത്ത് ഒരാളുടെ പേരെന്തായിരുന്നു? എരിവുകാരനായ ഷീമോൻ എന്ന് പറയുമ്പം സെലക്ട് ഗ്രൂപ്പാണ്. ഈ കാന്താരി കടിച്ച എരിവല്ല അതോടെ പറയുക, അതൊരു ഗ്രൂപ്പാണ്. അവിടെ 4 സെക്റ്റുകളാണ് ഒന്നാണ് ഈ പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, എരിവുകാരുണ്ട്, സദൂക്കരുണ്ട്. അങ്ങനെ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ എസീൻസ് ഉണ്ട്. അത് ഈ എരിവുകാരെന്ന് പറയുന്നവരുടെ പ്രത്യേകത എന്താ? അവരെ റോമാ സാമ്രാജ്യത്തിനെതിരെ, നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ സമയത്ത് അത് റോമിൻ്റെ കീഴിലാണല്ലോ. അപ്പോൾ റോമാ സാമ്രാജ്യത്തിനെതിരെ വാളെടുത്ത് പോരാടുന്ന അക്രമകാരികളായ ഗറില്ല യുദ്ധമുറകൾ, അത് ഈ മക്കബായൻ റിവോൾട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ അപ്പോക്രിഫ ബുക്കുകളിലെ ഒരു പുസ്തകമാണ്. അപ്പോക്രിഫ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 66 പുസ്തകങ്ങളല്ലാതെ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ ബുക്സിനകത്ത് ഉള്ള ഒരു ബുക്കാണ് മക്കബായർ. 1 മക്കബായർ, 2 മക്കബായർ എന്നുണ്ട്. അപ്പോൾ ഈ മക്കബായറിൻ്റെയൊക്കെ പുസ്തകത്തിൽ റിവോൾട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഗറില്ല പെട്ടെന്ന് വന്ന് ആക്രമിച്ചിട്ട് പിൻവാങ്ങുന്ന ഗറില്ല യുദ്ധങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന എസീൻസ് ഉണ്ട്. അവർ അക്രമകാരികളാണ്. അവർ ആയുധമെടുത്ത് അടരാടാൻ പറയുന്ന ഒരു സമൂഹമാണ്. അവരെ ആർക്ക് പിണക്കാണ്? റോമാക്കാർക്ക് പിണക്കാം. കാരണം അവർ റോമാക്കാർക്കെതിരെ നമ്മുടെയും സ്വാതന്ത്ര്യ സമരത്തിന് പല രീതികളുണ്ടായിരുന്നു. അഹിംസയുടെ മാർഗത്തിലൂടെയാണ് ഗാന്ധിജി നേടാനായിട്ട് നോക്കുക. അഹിംസയുടെ ഒരു മാർഗമാണ്. ഹിംസയെ തീർത്തും വെറുത്ത ഒരു മാർഗമായിരുന്നു. സത്യാഗ്രഹം കൊണ്ട് ബ്രിട്ടീഷുകാരെ തുരത്താനായിട്ട് തന്നെ അഹിംസയുടെ ഒരു മാർഗം സ്വീകരിച്ചു. അത് തന്നെ ഏറെ സ്വാധീനിച്ച ഒന്ന് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ് എന്ന് നമുക്കറിയാം. എൻ്റെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറുചെകിടം കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ഉള്ള ആ ഒരു ആശയത്തിൻ്റെ വ്യക്തമായിട്ടൊക്കെ മഹാത്മാഗാന്ധിജി മാറി എന്ന് തൻ്റെ രചനകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുമായിട്ട് ബന്ധപ്പെട്ട എളിവ നടത്തിയൊരു ടോക്ക് യൂട്യൂബ് ചാനലിലുണ്ട്. ക്രിസ്തു ഗാന്ധിയൻ ദർശനങ്ങൾ, അങ്ങനെയാണ് തോന്നുന്നത് അതിൻ്റെ ഒരു ഹെഡിങ്. ഏതായാലും ക്രിസ്തുവും ഗാന്ധിയും തമ്മിലുള്ള സ്വാധീനിക്കപ്പെട്ട ചില കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. അപ്പോൾ എന്നാൽ പോലും നമുക്ക് മറ്റ് ചില മൂവ്മെൻറ്റ്സ് കാണാനുണ്ട്. ഈ ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടായിരുന്നു, INA, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസൊക്കെ അന്ന് ഹിംസയുടെ മാർഗത്തിലൂടെ ആയുധമെടുത്ത് തന്നെ ഇതിനെ പോരാടണം. അതിൻ്റെ സമയത്ത് തന്നെ തിരുവിതാംകൂറിൽ നിന്നൊക്കെയുള്ള പഴശ്ശിരാജയൊക്കെ അങ്ങനെയുള്ള പല ആയുധം കൊണ്ടുള്ള എതിർപ്പുകളുണ്ടായി. ഇതിനകത്ത് 2 സ്ട്രീമാരും. ഗാന്ധിജിയുടെ സ്ട്രീം അഹിംസയിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റോമാക്കാരെ ആയുധത്തിലൂടെ തുരത്തുവാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അവർ എരിവുകാരാണ്, അങ്ങനെയുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തിൽ എന്തെല്ലാം വിരുദ്ധ ആൾക്കാരാണ്. ചുങ്കക്കാരൻ, മത്തായി എന്നൊക്കെ കാണുന്നില്ല. ചുങ്കക്കാരെന്ന് പറയുമ്പോൾ അത് യഹൂദന്മാർക്ക് വെറുപ്പുണ്ടാക്കുന്നവർ. അവർ ചുങ്കം പിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നതിന് ഈ കൂട്ടത്തിലുണ്ട്. പിന്നെ 2 കൂട്ടരുണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും അറിയേണ്ട ഒറ്റ കൂട്ടരേ ഉള്ളൂ, ആരാണ് വലിയവൻ, ഞങ്ങൾക്ക് എന്തോ കിട്ടും. അതാരാ? സബദി മക്കളുണ്ടായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞങ്ങൾ ആരാണ് വലിയവൻ ചോദിക്കുന്ന 2 പേരുണ്ട്. അവർക്ക് എന്ത് കിട്ടുമെന്നറിയാം. ഇനി വേറൊരു കാര്യമുണ്ട്, തള്ളി പറഞ്ഞവനുണ്ടായിരുന്നു. ആരാ?
പത്രോസ് സത്യത്തിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഭയങ്കര എസ്റ്റംബറാണ്, ഭയങ്കര ഇച്ചിരി ഹൈപ്പറാന്ന് തോന്നുന്നു. പുള്ളി ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള ആളായിരിക്കും. രാത്രിയിലെടുത്ത് ചാടും, പിന്നെ കടലിലെടുത്ത് ചാടും. പിന്നെ അന്ന് രാത്രി പറഞ്ഞു ഞാൻ തള്ളിപ്പോത്തുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ചേവകൻ്റെ എന്തർത്ഥം കഥ കറുത്തു. അതൊക്കെ ഒരു എസ്റ്റംബർ നേച്ചറാണ്. അങ്ങനെ ഒരു പത്രോസ് തള്ളി പറഞ്ഞവൻ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ തള്ളി പറഞ്ഞ പത്രോസിൻ്റെ കൂട്ടത്തിൽ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ആരാ? ഒറ്റുകാരനായ യൂദാസും ഉണ്ടായിരുന്നു. ഇവരെ മൊത്തം ഇങ്ങനെ ഒന്നിച്ചിരുത്തുക എന്നുള്ളതായിരുന്നു ഈ പെസഹായുടെ ഏറ്റവും വലിയ പ്രത്യേകത. പെസഹ അന്ത്യത്താഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും പേരെയും കർത്താവ് എന്ത് ചെയ്തു? ഒന്നിച്ചിരുത്തി എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഒന്നിച്ചിരുത്തി കൊണ്ടുപോകും. നമുക്ക് ഈ ഒന്നിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് കർത്താവിനെ കൊണ്ട് മാത്രം കഴിയുന്നൊരു കാര്യം. അതുകൊണ്ടാണ് അവിടെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് ഒന്നിച്ച് കഴിക്കാനുള്ള സമയങ്ങൾ പോലും മനുഷ്യർക്കില്ലാത്തൊരു കാലഘട്ടത്തില്ല. തീന്മേശകളിലൊക്കെ ആണെങ്കിൽ പോലും ഒന്നിച്ചു വരുന്ന സമയങ്ങളൊക്കെ കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ ഇത്രയും പേരെ ഒന്നിച്ചിരുത്തുക, ഈ ഒന്നിച്ചിരുത്തിയത് ഒറ്റ ആളെ കൊണ്ടാണ് ഇവരെ ഒന്നിപ്പിക്കാൻ ഒത്തത്. അവരെ സെൻട്രാലിറ്റി, അവരെ യൂണിഫൈങ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ക്രിസ്തുവാണ്, അല്ലേ? പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളുടെ വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാം. അവരെല്ലാം രൂപപ്പെടുത്തി അവർ ഓരോ ആശയത്തിൻ്റെ പ്രതീകങ്ങളാണ്. പക്ഷേ ഇവരെ എല്ലാം ഒന്നിച്ചിരുത്തിയത് ക്രിസ്തുവാണ്. ഇന്ന് നമുക്ക് ഒപ്പം ഇരുത്താനായിട്ട് മനുഷ്യരെ കഴിയാതെ പോകുന്ന കാലങ്ങളാണ്. എന്തിനേറെ ഭാര്യയും ഭർത്താവിനെയും പോലും ഒരുമിച്ചിരുത്താനായിട്ട് പലപ്പോഴും കൗൺസിലേഴ്സ് വേണ്ടി വരും. എന്ത് പാടുപെട്ട ഇവരൊന്ന് ഒരുമിച്ചിരുത്തുക. അവർ ഡിവോഴ്സ് അങ്ങ് കൂടുകയാണ്. അവിടെയെല്ലാം പിന്നെ ഒത്തിരി പേരുടെ ഇൻവോൾവ്മെൻറ്റും എല്ലാം ഉണ്ട്. അപ്പം ഇവിടെയാണ് ഈ ഇടയ്ക്ക് ഇവരുടെ ശിഷ്യരുടെ അമ്മയൊക്കെ അതിനകത്ത് വരുന്നുണ്ടല്ലോ. അവർക്ക് എന്തോ കിട്ടുമെന്നൊക്കെ ചോദിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കൊച്ചിന് എന്തോ കൊടുത്തു, എന്തോ കിട്ടി, നീ എന്തോ മാസം കൊടുക്കൂ എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന അമ്മമാരുമുണ്ട്. കാരണം ഇതെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയും. നിനക്കറിയാമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും. ആര്? പെണ്ണിൻ്റെ അമ്മ. വല്ല സോക്കേടാണ്. എന്തൊരാവശ്യത അറിഞ്ഞിട്ട് കാര്യം. എന്താണ് വിഷയം? നിനക്കെന്തോ കിട്ടും, അവനെന്തോ തരും, അവരെന്തെങ്കിലും കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരുത്താൻ വേണ്ടി ഒരാളങ്ങ് അപ്പമാകുക. ആരാ? യേശുവാണ്. ഇവരെല്ലാം ഒന്നിച്ചിരിക്കണമെങ്കിൽ ഒരാൾ അപ്പമായി ഒക്കത്തും. പക്ഷേ ആ അപ്പം കർത്താവ് ഇങ്ങനെ നുറുക്കി കൊടുത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി കർത്താവ് ഇവരെ ഒന്നിച്ചിരുത്തുകയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് സപ്പർ പിന്നെ അത് ഒരു സിമ്പലായിട്ട് മാറുകയാണ്. ആ ലാസ്റ്റ് സപ്പർ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സിമ്പല് എല്ലാവരെയും പല വിരുദ്ധ ആശയങ്ങളുള്ളവർ ഒന്നിച്ചു പോകാൻ ഒക്കുന്നു എന്നുള്ളതാണ്. ഒരു സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഈ സഭ എന്ന് പഠിക്കുമ്പോൾ, ഞാനൊരു സഭയുടെ ശുശ്രൂഷകനാണ്, കൈയടിച്ച് ആരാധിക്കേണ്ടവരുണ്ട്. അവർക്ക് എന്താ വേണം? അവർക്ക് നല്ല പാട്ടും ശബ്ദവും വേണം. അവർക്കൊന്ന് തുള്ളി ചാടി ഒന്ന് വേർത്താലേ അവർക്കൊരു ആരാധന അനുഗ്രഹത്തുള്ളൂ. അങ്ങനെയുള്ളവരുണ്ടോ? ഇല്ലേ? അപ്പോൾ അവരെ നമ്മൾ ഇടയ്ക്ക് തുള്ളിപ്പിക്കണം. അതൊരു പാസ്റ്റർ ജോലിയാണ്. ഇനി തുള്ളൽ വേണ്ടാത്ത കൂട്ടരെ കണ്ടിട്ടുണ്ടോ? വചനം മതി, ശാന്തമായി കർത്താവ് സ്തോത്രം. അവരെ ഇടയ്ക്ക് തുള്ളിപ്പിക്കാതെ സൈലൻ്റായിട്ടൊക്കെ ഇരുത്തണം. അതിനാര് വേണം? പാസ്റ്റർ വേണം. രണ്ട് ശ്രമം. ചിലർക്ക് ശബ്ദം വേണ്ടവരുണ്ട്, ശബ്ദം വരുന്ന ഉടനെ ഓഫാക്കേണ്ടവരുണ്ട്, ശബ്ദം കുറച്ചാൽ കൂട്ടെന്ന് പറയുന്നവരുണ്ട്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. കുറയ്ക്കാൻ പറയുന്നവരുണ്ടോ? കൂട്ടാൻ പറയുന്നവരുണ്ടോ? ഉണ്ട്. ഇടി വേണ്ടവരുണ്ട്, ഇടി വേണ്ടാത്തവർ അതിൻ്റെ നേരെ വന്നിരിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അച്ഛൻ അങ്ങോട്ട് മാറിയിരുന്നാൽ ഇടി കിട്ടത്തില്ല. ഈ ഇടി ഇവിടെ വരത്തുള്ളൂ. ആ ഇടി അത്രയും സ്ട്രോങ് വരത്തില്ല. പക്ഷേ ഇങ്ങനെ ഇവിടെ ഇരിക്കത്തുള്ളൂ. പുള്ളി അപ്പോൾ കൂടെ വന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, എന്തോ ഈ കുറയ്ക്ക്. അത്തരം കുറച്ചപ്പം കുറയ്ക്കടാന്ന് ഒത്തിരി വട്ടം പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് പറഞ്ഞു, എടോ തന്നോട് ഞാൻ പറഞ്ഞേക്കാം, തനിക്ക് അങ്ങോട്ട് മാറിയിരുന്ന എന്തോ ചെയ്യും. അവനും അങ്ങ് ഗതികെട്ട് ചോദിച്ചതാ. അന്നേരം അവസാനം പറഞ്ഞു, നിനക്ക് എന്നെ അറിയാം. അച്ഛാ സത്യമായിട്ട് എനിക്കിത് അറിയത്തില്ല, ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറി ഇരുന്ന. ഈ വലിയ സൗണ്ടിച്ചിലൊന്നും പഠിച്ചില്ല, ഇതൊക്കെ ചെയ്ത് പഠിക്കുകയല്ലേ. അപ്പോൾ ഇടി വേണ്ടവരുണ്ട്. ഇത് ഭയങ്കര ഇടിയല്ലേ ഈ വരുന്നേ? ഭയങ്കര ഇടിയാണ്. ഇടിയൊക്കെ നേരെ പിള്ളേരെ ഇരിക്കാവും. അറ്റായിക്ക് വന്ന അച്ചായൻ ബൈപ്പാസ് കഴിഞ്ഞിട്ട് എന്തിനാണ് ഇവിടെ വന്നിരുന്നേ? അപ്പോൾ അച്ഛനോട് പറയുന്ന കാര്യമുണ്ട്, എനിക്ക് മാറി ഇരുന്നാലും ഒക്കത്തില്ല, എനിക്ക് എവിടെ തന്നെ ഇരിക്കണം, ഫ്രണ്ട് ഇരിക്കുകയും വേണം.
ഏ ശരിയാണോ? ഞാൻ സഭാ സുരക്ഷ അതിന് പറയാം. ഇതിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന പലയിടത്ത് ഈ ശബ്ദമാണ്. കൂട്ടാൻ പറയും, കുറയ്ക്കാൻ പറയും. അപ്പോൾ എന്തോ ചെയ്യണം? അപ്പം ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, കൂട്ടിക്കുറയ്ക്കും, പിന്നെ ഇടയ്ക്ക് കുറച്ച് കൂട്ടും, പിന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യും, കുറയ്ക്കും. ഇതെല്ലാം കൂടെ ചെയ്താലേ ഒക്കത്തുള്ളൂ. അപ്പം തന്നെ ഞാൻ പലപ്പോഴും സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പിന്നെ നല്ലപോലെ ബഹളത്തിലൊക്കെ പ്രസംഗിച്ചാൽ പറയുന്ന കേട്ടിട്ടുണ്ട്, നല്ല പ്രസംഗമൊക്കെ ആണെങ്കിലും കാര്യമൊന്നുമില്ല, ചുമ്മാ ബഹള. ശാന്തമായിട്ട് പ്രസംഗിച്ചാൽ പറയും നല്ല പ്രസംഗമാണ്, പക്ഷെ ഒരു ആത്മാവിൻ്റെ ഒരു നമുക്ക് ഈ ആത്മാവിൻ്റെ ഒരു ഇത് വേണ്ടേ, ഇടി. അത് ഉള്ളപ്പോഴേ നമുക്ക് എന്തോ ഉള്ളൂ, പവറൊക്കെ ഉള്ളൂ. അത് വേണ്ടവരില്ലേ? അപ്പോൾ ഉറക്കെ പ്രസംഗിച്ചാലും ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ പ്രസംഗിച്ച് ഇതെല്ലാം അവരവരുടെ സൈക്കോളജിയാണ് കേട്ടോ. നമ്മൾ ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. ചിലർ ഇൻ്റലക്ച്വലി കേൾക്കാൻ ഇഷ്ടപ്പെടും, ചിലർ ഇമോഷണലായിട്ടുള്ള വൈകാരികമായ ഒരു റിലീഫും വേണ്ടവരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഞാൻ നല്ലപോലെ ചിരിക്കുമായിരുന്നു, പക്ഷേ എനിക്കിപ്പം ചിരിക്കാൻ പേടിയാണ്. ചിരിച്ചപ്പോൾ ഒരു കമൻറ്റ് കേട്ടു, സ്ത്രീകളെ കാണുമ്പോൾ അവന് ചിരി കൂടുതലാണ്. എന്നെയാണ് ചിരിച്ചിരിച്ചിപ്പോൾ 2-3 പല്ല് പോയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് കണ്ണ് കിട്ടിയായിരിക്കുമെന്ന്. എൻ്റെ കമ്പുരാനെ, ചിരിച്ചപ്പം പറഞ്ഞു സ്ത്രീകളെ നോക്കുമ്പം ഞാനത് വളരെ ഡീസൻ്റായി മക്കളെ, പ്രൈസ്തലോ. അവനിപ്പോൾ അങ്ങ് പവർ വിഷനിലൊക്കെ പോയപ്പോൾ തന്നെ അവനങ്ങ് ഗമയാ. ഇപ്പം പുള്ളി ചിരിക്കത്തൊന്നുമില്ല, ആളങ്ങ് ഭയങ്കര അഹങ്കാരിയായി എന്ന് പറയും. ചിരിക്കാനൊക്കെ കരയാന്നിപ്പം ഞാൻ കേട്ടാണ്. ഞാനൊരു വീട്ടിൽ അവിടെ അപ്സ്റ്റെയറിൽ ഞാനൊരു ചെറിയ മീറ്റിംഗ് നടത്തുക. അപ്പോൾ അവിടുത്തെ ചേച്ചി യോഗത്തിന് കയറിയിട്ടില്ല, അവർ താഴെ നിൽക്കുക. ഇത് കേട്ടുകൊണ്ട് നിന്ന ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ വന്നപ്പോൾ ഈ സിസ്റ്ററോട് ചോദിച്ചു, അവിടെ വീട്ടിൽ അവർ കുറച്ചൊരു വന്നു, നിങ്ങൾ കയറുന്നില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങേരുടെ മൂങ്ങ് കഴിഞ്ഞിട്ട് കയറുന്നുള്ളത്, അങ്ങേരുടെ മൂങ്ങ് കഴിഞ്ഞിട്ട് കയറുന്നു. പക്ഷെ നമുക്കിത് ഒരിക്കൽ പോലും ഭാവിക്കാനൊക്കുമോ? ഒക്കത്തില്ല. നല്ലപോലെ ഫുഡ് കൊടുത്തപ്പോൾ ഞാൻ കേട്ട കമൻ്റ് ഉണ്ട്, നമ്മൾ ചുരുങ്ങിയാണ് കൊടുക്കുക, അവരങ്ങ് ലാവിഷായിട്ട് അങ്ങ് അറുമാദിക്കുകയല്ലേ, അങ്ങ് ലാവിഷ. നമ്മൾ കഞ്ഞിയും പയറും കൊടുത്തപ്പോൾ പറഞ്ഞു തന്തേ നള്ളയുള്ളപ്പം വല്ലതൊക്കെ കൊടുക്കുമായിരുന്നു, ഇപ്പോൾ അറുത്ത കൈക്ക് എന്ത് ചെയ്യത്തില്ല. അപ്പോൾ ഇവരെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് പറയുന്നതാണ് പെസഹയുടെ ഏറ്റവും. എല്ലാവരും ഒരുമിച്ചിരുത്തി എന്തോ വിരുദ്ധ ആശയങ്ങളുടെ പ്രതീകങ്ങളാണ് ഇവരെല്ലാം. ഓരോ വിരുദ്ധ ആശയങ്ങളുടെ ഗ്രൂപ്പുകളാണ്. നിത്യതയെക്കുറിച്ച് മാത്രം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നാൽ നാളത്തെ കടം എങ്ങനെ വീടുന്നവരുമുണ്ട്. അവരോടും സംസാരിക്കണം. 5 പൈസയ്ക്ക് ആവശ്യമില്ലാത്ത FD ഉള്ള നിത്യത മാത്രം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമില്ലാത്ത അച്ചാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടേ? ഇതെല്ലാം വേണ്ടേ? നമ്മളിപ്പം കടം വന്ന് കയറിയിരിക്കുന്നവനോട് അവൻ്റെ ആശ്വാസം പറയണ്ടേ? അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഇത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ കഴിയൂ. അവിടെയാണ് ഈ സഭയുടെയൊക്കെ ഒരു പ്രത്യേകത. ഇപ്പം അന്ത്യത്താഴത്തിന് അതിന്നൊരു സിമ്പലാണ്. എല്ലാവരെയും എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. 12 തരത്തിലുള്ളവരാണ്. അപ്പം 12 തരത്തിലുള്ളവരെ നമ്മൾ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം കൊടുക്കുന്നത് പെസഹയാണെന്ന് കാണാൻ കഴിയും. അത് കാണിക്കുന്നൊരു കാര്യമുണ്ട്, ഇന്നും അത് സാധ്യമാണ്. എന്നും അത് സാധ്യമാകുന്നത് ക്രിസ്തു സാന്നിധ്യത്തിലൂടെ അല്ലേ? ഇന്നും അത് സാധ്യമാകുന്നത് പിളർപ്പുകളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ലോകത്തും വിരുദ്ധ ആശയങ്ങളും വിരുദ്ധ അഭിപ്രായങ്ങളും ഒക്കെ ഉള്ളവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് കുടുംബത്തിലും നടക്കേണ്ടത്. കാരണം എല്ലാവരും വൈരുദ്ധ്യങ്ങളുടെ ലോകത്തു നിന്നാണ് ഒരു കുടുംബത്തിലേക്ക് വരിക. ഭാര്യയുടെ വീട്ടുകാരായിരിക്കും അവളെ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ രൂപപ്പെട്ടത് അങ്ങനെ ഒരു കൾച്ചറിലായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പറയും ഗ്രാമങ്ങളും പട്ടണങ്ങളിലും വളർന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ അമേരിക്കയിൽ നിന്നൊക്കെ ഉള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിൽ വളർന്ന പിള്ളേരെ ഭാഷ ആലോചിക്കേണ്ട ഭാഷ. കാരണം കൊച്ചവിടെ വളർന്നത്, കൊച്ചവിടെ വളർന്നതാണെങ്കിൽ, ചെറുക്കൻ അവിടെ വളർന്നതാണെങ്കിൽ കൾച്ചർ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ കഴിയും. കൾച്ചറൽ കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ട്. തൃശ്ശൂർക്കാരത്തി ഒരു സഹോദരിയെ റാന്നിയിൽ കെട്ടിച്ചാൽ റാന്നിക്കാർ മീൻകറി വെക്കുന്നത് എങ്ങനെയാണ്?
മുളകിട്ടാണോ തേങ്ങ അരച്ചാണോ? മുളകിട്ട. തൃശ്ശൂരോട്ട് പോയി എങ്ങനെയാണ് കറി വെക്കുന്നത്? തേങ്ങ അരച്ച. അപ്പോൾ അവിടുത്തെ കറി ഇവിടുത്തെ കിട്ടാൻ പറയും ഒരു എരിയും പുളിയില്ല. പക്ഷേ അവിടെ തേങ്ങ അരച്ച കറി, ശരിയാണോ ഞാൻ പറഞ്ഞു? തേങ്ങ അരച്ച കറിയാണ് ആണോ? ആണ്. അവിടുത്തെ പുളിശ്ശേരിക്കകത്ത് എന്തോ ഇടും? നമ്മൾ ഈ അങ്ങോട്ട് പോയ കാളനാണ്, അതിനകത്ത് ഇച്ചിരി മധുരവും ഒക്കെ ഇടും, അല്ലെങ്കിൽ ഏത്തക്കായും. നമുക്ക് മധുരിക്കുന്നത് വേണോ? വേണ്ട. ആശയങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ കൾച്ചറിനകത്ത് തന്നെ സബ് കൾച്ചേഴ്സുണ്ട്. കൾച്ചറിനകത്ത് തന്നെ എന്തുണ്ട്? സബ് കൾച്ചേഴ്സുണ്ട്. ഇപ്പം തിരുവനന്തപുരം സൈഡിലോട്ട് പോയാൽ അവരുടെ ഭാഷ നമുക്കൊരു രസമാണ് കേൾക്കാൻ. ഒറിജിനൽ ഭാഷയുണ്ട് തിരുവനന്തപുരം ഭാഷ. ഒരു പ്രത്യേക എന്തരപ്പി എന്നൊക്കെ ചോദിക്കത്തില്ലേ, ഒരു പ്രത്യേക രീതിയിലാണ് ചോദിക്കുക. അവർ തന്നെ കണ്ണൂരോട്ട് പോയാൽ എന്താ ചോദിക്കുക? കണ്ണൂരോട്ട് പോയാൽ പറയും കിടാവ് ഇപ്പം സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. ആരാ? കൊച്ചാണ്. കിടാവ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ, പശുവല്ല. ആരാ? കൊച്ച. ഓന് ഓപ്പോള്. നല്ല ഭാഷ. അപ്പം ഈ സാധാരണ ഈ കേരള രാഷ്ട്രീയത്തിലോട്ടൊക്കെ വരുമ്പം എല്ലാവരും ഒരു ഈ മലയാളം ഒരു ഭാഷ മാറ്റാറുണ്ട്. പക്ഷെ അങ്ങനെ മാറ്റാത്ത കുറച്ച് പേരും ഉണ്ടായിരുന്നു. അതിനകത്തൊന്നും നായനാരായിരുന്നു. നായനാരെന്ന ആ വലിയ മനുഷ്യൻ EK നായനാർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തമാശ, അദ്ദേഹം അന്നും ആ ഭാഷയാണ്. ഓൻ്റെ അടുക്ക കളിയൊന്നും വേണ്ട കേട്ടോ. പുള്ളിയുടെ ആ ഒരു ശൈലി, ഭാഷാശൈലി എന്നും പുള്ളി അതായിരുന്നു. അത് കേൾക്കാൻ രസമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഫോൺ ഇൻ പ്രോഗ്രാമൊക്കെ പഴയതൊക്കെ കേട്ടാൽ അത് പുള്ളി രസകരമായിട്ട് പറയും. അപ്പോൾ ഈ ഭാഷയുടെ വൈരുദ്ധ്യങ്ങൾ പോലും നമുക്കിതാണ്. നമ്മളിപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ പിള്ളേരെയൊക്കെ പെട്ടെന്ന് ഇവിടെ വളർന്ന് ഇംഗ്ലീഷ് പറയുന്ന പിള്ളേരാണെങ്കിലും UK ചെന്ന് അതിന് വാട ഈ അവരുടെ ഇറൊന്നും വായിന്ന് വരത്തില്ല. നമ്മളോ പറയുന്നത് എങ്ങനെയാ? വാട്ടറേ. ആ. അപ്പം ഇതൊക്കെ കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ആണ്. പക്ഷേ ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഉള്ള രണ്ട് കൂട്ടർക്കും, രണ്ട് പെമ്പിളും ചെറുക്കനും കൂടെ ആണേലും ഒന്നിച്ചിരിക്കാൻ കഴിയും. ഇടയ്ക്ക് ആരും നിന്നാൽ മതി, ക്രിസ്തു ഇരുന്നാൽ മതി. ഈ ക്രിസ്തു നടുക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഈ 6-12 പേരിങ്ങനെ ഇരിക്കുകയാണ്. ഒരാൾ പിന്നെ പോകുന്നുണ്ടെങ്കിൽ പോലും അതെന്തിനോ ഇന്നെന്തുകൊണ്ടാണ് ഇത് ഒക്കാത്തേ? ക്രിസ്തു ഈ ഡിവോഴ്സുകൾ കൂടുകയാണ്. സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും പ്രശ്നങ്ങൾ കൂടുന്നു. കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡിവോഴ്സുകൾ കൂടുന്നു. ഡിവോഴ്സുകൾ കൂടാനുള്ള പ്രഥമ കാരണം ക്രിസ്തു പോകുന്നതാണ്. ക്രിസ്തു ഉണ്ടെങ്കിൽ ഏത് വൈരുദ്ധ്യ ആശയങ്ങളെയും ഒരുമിച്ചിരുത്താം. അതാണ് ക്രിസ്തുവിന് കഴിയുന്ന ഏറ്റവും വലിയ, ക്രിസ്തു സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നത് വൈരുദ്ധ്യങ്ങളുടെ ലോകങ്ങളിൽ ഉണ്ടാകുന്ന ഒരുമയാണ്. അവരെ ഒപ്പം ഇരുത്താൻ ക്രിസ്തു അവിടെ അപ്പമാവും. അവരെ ഒപ്പം ഇരുത്തുക. ഏത് വിരുദ്ധ സ്വഭാവങ്ങളുള്ളവരെയും ഒരുമിച്ചിരിക്കാൻ കഴിയും. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം തന്നെ കണ്ടിട്ടുള്ളൊരു കാര്യം വൈരുദ്ധ്യങ്ങളുടെ ഒരു കാലമായിരുന്നു. എപ്പോഴും ശ്രദ്ധിച്ചോണം, മിണ്ടുന്ന അച്ചാൻ കാണും. മിണ്ടുന്ന അച്ചാന്മാർ കുറവാണ്. കൂടുതലും മിണ്ടുന്ന ആരാ? അമ്മമാരാണ്. ഒരു നല്ല കിടുകിടുകിടുകിടുകിടാന്ന് വർത്താനം പറയുന്ന, നാക്കെന്ന് പറയുന്ന സാധനം രാവിലെ എടുത്താൽ 12 മണി വരെ വെടി പൊട്ടിക്കൊണ്ടിരിക്കുന്ന, അവിടെ ഒരിക്കലും അവിടെ വായ അടങ്ങത്തില്ല. അവർക്കിനി സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ അച്ചായന്മാരോ നല്ല ശതമാനം എന്തായിരിക്കും? മിണ്ടത്തില്ല. സത്യമാണോ? ആണോ? ഇവരെങ്ങനെ ഒന്നു പോന്നേ? ഇവരെന്തിനാ ഒന്നിപ്പിച്ചേ? അതും ഒരു രസമാണ്. ഇവർ രണ്ടും കൂടെ മിണ്ടിക്കൊണ്ടിരുന്ന ചന്തയായിപ്പോവും. ആരാ കേൾക്കുക? പിന്നെ ഇവർ രണ്ടും കൂടെ മിണ്ടാതിരുന്നാൽ എന്തോ ചെയ്യും? രണ്ടുപേരും മിണ്ടാത്ത ഏക സ്ഥലമുള്ളൂ. ആരും മിണ്ടാത്ത എവിടാ? ആരും മിണ്ടാത്ത ഒരേ ഒരു സ്ഥലമുള്ളൂ ഭൂമിയിൽ. ആരാ? എവിടാ? സെമിത്തേരിയ. ഞാൻ സാധാരണ പറയാറുണ്ട്, സെമിത്തേരിയിൽ ഒരു ശബ്ദം കേട്ടാലോ? സെമിത്തേരിയിലൊരു ശബ്ദം കേട്ടാലോ? പിന്നെ നടന്ന കാര്യമാണ്. നമ്മുടെ ഒരു സഹോദരന്, പുള്ളി അവസാനമൊക്കെ ആയപ്പോഴത്തേന് ഇച്ചിരി കുറച്ചാളൊക്കെ കൂടെ അതുകൊണ്ട് പിന്നെ അങ്ങ് പിന്മാറിപ്പോയി. അപ്പം പുള്ളി സെമിത്തേരിയിലായിരുന്നു താമസം. വെള്ളം അടിച്ചും കഞ്ചാവ് അടിച്ചിട്ട് സെമിത്തേരി ശവക്കോട്ടയിൽ പോയി കിടക്കും. അപ്പം ഒത്തിരി ശവക്കോട്ടകളുള്ള ഒരു സ്ഥലത്തൂടെ വെളുപ്പിന് നമ്മുടെ ഒരു അച്ചായൻ കയറിപ്പോവുക. അപ്പോൾ അച്ചായൻ കയറിപ്പോയപ്പോൾ ഈ പുള്ളി രാവിലെ ഒരു വലിച്ചോണ്ട് ഈ ശവക്കോട്ടയിൽ ഇരിക്കുക പുള്ളി. അപ്പോൾ ഈ ഒരു ചുമ കേട്ടപ്പോൾ ഈ പോയ ആൾ ചോദിച്ചു, ആരാ? നടന്ന സംഭവമാണ്. ഈ പകയും പറയുക,
അകത്ത് ചൂടായതുകൊണ്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയാന്ന് പറഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ രസം, പോയ ആൾ അപ്പളേ ഫ്ലാറ്റായി. ഒന്ന് ഓർത്ത് വയ്ക്കുക, അകത്ത് ചൂടായതുകൊണ്ട് ഞാനൊന്ന് പുറത്തോട്ടിറങ്ങി. ഇനി വേറെ രസമുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു സെമിത്തേരിയുടെ കുറേ ഒരു ഏരിയ ഉണ്ട്. ഈ കോവിഡിൻ്റെ സമയത്ത് ഭയങ്കര നിശബ്ദതയല്ലേ, ആരുമില്ലല്ലോ. അപ്പം നാട്ടിലൊരു കഥ പറഞ്ഞു. അപ്പോൾ അവിടെ കുറേ സെമിത്തേരിയും പഞ്ചായത്ത് സെമിത്തേരിയും എല്ലാം ഉണ്ട്. ആ സമയത്ത് നാട്ടിലൊരു കഥ പടർന്നു ആ ഏരിയയിൽ. അതുവഴി പോകുന്നവരെല്ലാം സെമിത്തേരി എന്നാരാണ്ട് വിളിക്കുന്നുണ്ട്, വിളിക്കുകയാണ്. കഥയങ്ങ് ഭയങ്കര പടർന്നു. സെമിത്തേരി പോകുന്നവരെല്ലാം വിളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അച്ചായൻ പാസ്റ്റർ, പുള്ളി പറഞ്ഞ് ഞാനത് ശരിയാക്കണം. പുള്ളി ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് രക്തം ചെയ്യാൻ പറഞ്ഞ് ഇതിനെ ബന്ധിക്കാൻ ശവക്കോട്ടെ ചെന്നപ്പോൾ എന്തോന്നറിയാവും, റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോവുക. റോഡ് പൈപ്പിൽ നിന്ന് ഇങ്ങനെ ഈ കോവിഡ് ആയതുകൊണ്ട് ആരും അങ്ങോട്ട് നോക്കത്തില്ലല്ലോ. ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കുന്ന ആരാ? ക്രിസ്തുവ. ഭയങ്കരമാണ് ക്രിസ്തുവിൻ്റെ ഒരുമിപ്പിക്കുന്നത്. ഇനി വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഭയങ്കര ദേഷ്യമുള്ള അച്ചായന്മാരുണ്ട്. അവരുടെ ഭാര്യമാർക്കോ ദേഷ്യം കുറവായിരിക്കും. ദേഷ്യമുള്ള ചേച്ചിമാരെ കണ്ടിട്ടുണ്ടോ? അപകടം ഏതാണെന്നറിയോ? ചേച്ചിമാരാ ഭയങ്കര വിറപ്പിച്ച് കളയും. അവരുടെ അച്ചായന്മാർ മിണ്ടത്തില്ല. ഞാനൊരു വീട്ടിൽ ഇങ്ങനെ താമസിക്കും. എൻ്റെ പൊന്നെ ആൻറ്റിയുടെ ദേഷ്യവും ഇവരെന്തല്ലോ പറയുക. ഞാൻ ഒരു 2-3 ദിവസം ആ വീട്ടിലുണ്ടായിരുന്നു. ഇവരങ്ങ് നമ്മളൊരു മനുഷ്യനവിടെ ഇരിപ്പുണ്ടെങ്കിലൊന്നും ഓർക്കണ്ടേ, ഇവരങ്ങോട്ടങ്ങ് പറയുമ്പം അവരുടെ അമ്മയെ പറയും, അമ്മയുടെ അമ്മയെ പറയും, പെങ്ങന്മാരെ പറയും, അങ്ങ് പറയുക നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വീട്ടുകാർ. പുള്ളി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ പോരാൻ നേരത്ത് ഈ അച്ഛനെ കണ്ടിട്ട് പറഞ്ഞ, അച്ഛാ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അച്ഛനൊരു അവാർഡ് തരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാ? ഞാൻ പറഞ്ഞു ഇത്രയും ചീത്തവിളി പറഞ്ഞിട്ട് ഒരക്ഷരം തിരിച്ച് പറയത്തില്ല. അമേസിങ്. ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു അതിനാര് കേട്ടെന്ന്. ചായ എടുത്ത് പറഞ്ഞാൽ കേൾക്കും, അമ്മയെ പറഞ്ഞാൽ കേൾക്കത്തില്ല. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നോട് തരുന്നത് പറഞ്ഞ ആര് കേട്ട്, എനിക്ക് വേണ്ടത് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, കേൾക്കാറുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ ഒന്നിച്ചു പോവുക. അത്ര വർഷമായി, അവർക്ക് മക്കളൊക്കെ ആയി. ഈ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ പേര് എന്താ? ക്രിസ്തു സാന്നിധ്യമാണ്. അത് ക്രിസ്താവിനോടത്തെ ഇതൊക്കെ ഒക്കത്തുള്ളൂ അല്ലേ? ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചോണം. പിശുക്കനാണെങ്കിൽ അച്ചായൻ, അമ്മമ്മയോ ഇച്ചിരി ലാവിഷായിട്ട് സാരിയൊക്കെ മേടിക്കണം, ചുരിദാർ മേടിക്കണം. ഒരു കുടുംബം തകർന്ന എന്നറിയോ? ഇവർ കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ ഗ്രാമക്കാരനാ, പെണ്ണ് പട്ടണവാസിയാ. ഒരു കടയിൽ തുണിയെടുക്കാൻ പോയി. അപ്പോൾ അന്ന് കുറേ വർഷം മുമ്പ് എത്ര രൂപ ചോദിച്ചായിരിക്കും. അപ്പോൾ ചുരിദാറിൻ്റെ സെറ്റിട്ടിട്ട് ഈ വിൽക്കുന്ന ചേച്ചിയില്ലേ, അവർ സഹോദരിമാർ, അവർ പറഞ്ഞു ഇതിനെത്ര നിവർത്തിയിട്ട് ചോദിച്ചാൽ എത്ര ചുരിദാറാ, നല്ല സിൽക്കിൻ്റെ ആയിട്ട് ഒരു ചുരിദാറാ, ഇതിന് 6000 രൂപയെന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ തമ്മിൽ ഇവൻ ചോദിച്ചു 6000 രൂപയോ? 6000 രൂപയോ? അതിന് എത്ര ബോണ്ട മേടിക്കാൻ ചോദിച്ചു. ഈ ആ കല്യാണം ഡിവോഴ്സായി. അന്ന് ഈ നിന്ന പെണ്ണുങ്ങളെല്ലാം, ഈ വിൽക്കാൻ നിന്നവരെല്ലാം കൂടെ അങ്ങ് എന്ത് ചെയ്തു, ചിരിച്ചു. അവൾക്കത് ഭയങ്കര ഹേർട്ടായി. ഈ അറുന്ത പിശുക്കന്മാർ അച്ചായന്മാരുണ്ട്, അവരുടെ ഭാര്യമാർ ലാവിശായിരിക്കും. ഇനി പിശുക്കി സഹോദരിമാരുണ്ട്. നമ്മൾ ഡ്രസ്സിനൊക്കെ പൈസ കൊടുത്താൽ പോലും അവർ പാത്ത് വെക്കും. എടി നീ ഒരു കല്യാണത്തിന് നല്ല സാരി മേടിക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാരത്തി 300 രൂപയുടെ സാരി മേടിച്ചിട്ട് ബാക്കി എടുത്ത് പാത്ത് വെക്കും. അവൾ അച്ചായന്മാർ ഇച്ചിരി ലാവിശായിരിക്കും. ഇത് രണ്ടും നല്ലതാ. രണ്ടുപേരും കൂടെ ലാവിശായെങ്കിൽ എപ്പം ജപ്തി വന്നെന്ന് ഓർത്താൽ മതി. അച്ചായൻ പറഞ്ഞ് നമുക്ക് ഒരു ടൂറ് പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ പറഞ്ഞു എവിടെ പോകുന്നേ? ഊട്ടി പോരാ, കൊടൈക്കനാൽ വഴി കാശ്മീരിലൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ കാര്യം. അപ്പോൾ അമ്മമ്മ പറയും കൊടൈക്കനാലും പോകുന്നില്ല, ഊട്ടിയിലും പോകുന്നില്ല, അത്യാവശ്യമാണ് പെരുന്തനരുവി വരെ പോവാം എന്ന് പറയുന്ന ഒരു അമ്മാമ്മയുണ്ടെങ്കിൽ ഒരു പിടുത്തമുള്ളൂ, അല്ലെങ്കിൽ ഈ വീടെന്തോ ആവും. അപ്പം ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയല്ലേ കുടുംബം. ഈ വൈരുദ്ധ്യങ്ങളുടെ കൂട്ടായ്മയെ പിടിച്ചു നിർത്തുന്നത് എന്ത് സാന്നിധ്യമാണ്? ക്രിസ്തു സാന്നിധ്യമാണ്. എല്ലാവരും വൈരുദ്ധ്യങ്ങളാണ്. ഒരിക്കലും ഒരമ്മ പെറ്റ മക്കളെ പോലും
ഒരുപോലാണോ? അല്ല. ഈ അമ്മ പെറ്റ മക്കളിൽ പോലും ഒറ്റ അമ്മയും ഒരൊറ്റ അച്ഛനും ഉണ്ടായ പിള്ളേർ ചിലപ്പം കണ്ടിട്ടില്ല, ഒന്ന് വെളുത്തതും ഒന്നും കറുത്തതായിരിക്കും. ഈ കറുത്ത എവിടുന്ന് വന്നാ? കറുത്ത എവിടുന്ന് വരാനാ? വല്യമ്മമ്മൂടെ മാവി കറുത്തായിരിക്കും, ഏതെങ്കിലും ഒരു ലൈനിൽ ഒന്ന് കാണും. അപ്പോൾ നമ്മൾ ഈ പിള്ളേരെ നോക്കിയിട്ട് പറയും, ഇവള് വല്യമ്മച്ചിയുടെ കൂട്ട, മറ്റേത് അമ്മയുടെ കൂട്ട. ഓ, കറുത്തത് ഞങ്ങളുടേതും വെളുത്തത് നിങ്ങളുടേതും. തീർന്നല്ലോ. പറയത്തില്ലേ? പറയും. അപ്പോൾ ഇവരെ എല്ലാം കൂടെ ഒരുമിപ്പിക്കുന്ന ആ ക്രിസ്തു സാന്നിധ്യം എന്നുള്ളതാണ് വൈരുദ്ധ്യങ്ങളുടെ ആ സാന്നിധ്യം. അവിടെയാണ് നമ്മൾ പെസഹായെ കാണേണ്ടത്. കർത്താവാണ് അവരെ ഒപ്പം ഇരുത്തുക. ഒപ്പം ഇരുത്തി അവിടുന്ന് അപ്പമായതുകൊണ്ടാണ് അവരെല്ലാം ഒരുമിച്ച് പോകാനായിട്ടൊത്ത്. അപ്പോൾ എന്നും മനുഷ്യനെ ഒരുമിപ്പിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഏത് വൈരുദ്ധ്യങ്ങളുടെ ലോകത്ത്, ഏത് ആശയ വൈരുദ്ധ്യങ്ങളുടെ ലോകത്ത്, ഏത് ഒത്തിരി വ്യത്യസ്തതകളാണ്, എന്തെല്ലാം വ്യത്യാസങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു സഭയൊക്കെ വരുമ്പോൾ എന്ത് വ്യത്യാസങ്ങളാണ് ഉണ്ടാകുക. 10 പൈസ കർത്താവിന് കൊടുത്താൽ ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ കൊടുത്തത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ? ഉണ്ട്. കണക്ക് പാർഷ എനിക്ക് റെസിപ്റ്റ് പോലും വേണ്ടെന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. റെസിപ്റ്റ് ചോദിച്ച് മേടിക്കുന്നവരില്ലേ? അതെങ്ങാനും തെറ്റിയാലും പേര് പോലും തെറ്റാൻ പാടില്ല. എന്നാൽ ഇത് വേണ്ടാത്തവരില്ലേ? കൊടുത്താൽ ഒഫൻഡഡ് ആകുന്നവരുണ്ട്. അതിന് ഞാൻ കർത്താവിന് കൊടുത്താൽ എനിക്കെന്തിനും റെസിപ്റ്റ്, നിങ്ങളത് എഴുതുക കഴിപ്പിക്കുകയോ ചെയ്തു. അപ്പം ഇവരെ എല്ലാം ഒരുമിപ്പിക്കുക, ഇവരെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നത് കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. നമ്മുടെ വീട് ഒരുമിച്ച് പോകണമെങ്കിൽ കർത്താവിൻ്റെ കൃപ വേണം, അല്ലേ? എല്ലാവരും കരങ്ങൾ ഉയർത്തി, കർത്താവേ, വൈരുദ്ധ്യങ്ങളുടെ ലോകത്ത്, പ്രത്യേകിച്ച് ഡിവോഴ്സുകളൊക്കെ പെരുകുന്ന ലോകത്ത് ഏക ഉത്തരം കർത്താവാണ്. കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ഒരു നമ്മുടെ, ഞാൻ പറഞ്ഞ ഫോട്ടോ വെക്കണമെന്നല്ല, നമ്മൾ പൊതുവെ ഫോട്ടോയ്ക്കൊക്കെ എതിരാണ്. രൂപങ്ങൾ എന്നുള്ളത് പാടില്ലെന്നുള്ളത് തന്നെ വിശ്വസിക്കുന്നൊരു സമൂഹമല്ലേ. എങ്കിൽ പോലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ തീന്മേശകളും ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ സഭയും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ഏറെ സാന്നിധ്യം, നിൻ സാന്നിധ്യം ഞങ്ങളെ കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. കർത്താവിൻ്റെ ആ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ വീടുകളിലേക്ക് ആ സാന്നിധ്യം, സാന്നിധ്യം പ്രാർത്ഥിക്കണം. വളരെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ഇവിടെയും ഏറ്റവും വലിയൊരു ഇപ്പോൾ വിടവ് വർദ്ധിക്കുന്നത് പേരൻസും മക്കളും തമ്മിലാണ്. പേരൻസും മക്കളും തമ്മിലുള്ള വിടവ് കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. അതിനകത്ത് ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാകത്തില്ല. അതിനെ നമ്മൾ സാറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ജനറേഷൻ ഗ്യാപ്പ്. എന്താ ജനറേഷൻ ഗ്യാപ്പ്? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇത്രയേ ഉള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊച്ചെന്ന് പറഞ്ഞു, ഞങ്ങൾ എന്തോ സ്ലീപ്പ് ഓവർ പോവുക, അങ്ങനല്ലേ എന്താ പറയുന്നത്? പറഞ്ഞ മക്കളെ, എന്താ സ്ലീപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ കിടക്കാൻ പോകും. അമ്മ എന്താ പറയും? ഇവിടുന്ന് ഒരാൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എന്താണ് ഈ സ്ലീപ്പ് ഓവറോ? വേണ്ട, കട്ടിലും മെത്തയുണ്ട്, അവിടെ പോയി കിടന്നാൽ മതി. പിന്നെ പോണേ പൊക്കോ, രാത്രി ഇവിടെ വന്ന് എന്താ ചെയ്യും? കിടന്നാൽ മതി. അപ്പോൾ അവളെന്താ പറയും? പിന്നെ ഞാൻ പോവും. ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. അതാണ് ഗ്യാപ്പ്. ഏറ്റവും കൂടുതൽ വീട്ടിൽ പറയുന്ന കാര്യം എന്താ പറഞ്ഞാൽ, ഞങ്ങൾ സോളോ ട്രിപ്പ് പോവാം, ഞാൻ സോളോ ട്രിപ്പ് പോവാം. എവിടെ? കാശ്മീരി. ആരാ പറയുന്നത്? പെൺപിള്ളേരൊക്കെ ഇപ്പോൾ എന്തോ പോവാ, അങ്ങ് ട്രിപ്പൊക്കെ അങ്ങ് പോവാ. അമ്മ എന്താ പറയും? എൻ്റെ ചാവത്തെ ചവിട്ടി നിന്നെ ഞാൻ വിടാം, നീ പോവും. ആ പിന്നെ പോയാ എന്നാ? സോ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. അതിപ്പോഴാണ് ഉള്ളത്. മറ്റേത് പോയിട്ടേ പറയത്തുള്ളൂ. ഇപ്പോൾ ഒന്നുമില്ല, ചോദിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് മുറുമുറുത്ത് നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നില്ലേ? എനിക്ക് സത്യത്തിൽ ഈ അമ്മമാരൊക്കെ സമ്മതിക്കണ്ടേ? എങ്ങനെ ഇവർ ഒതുക്കുന്നേ? ഒന്നീ കരഞ്ഞ് കാണിക്കും. ഞാൻ 10 മാസം നിന്നെ 9 മാസം
അത് കണക്ക് പറഞ്ഞപ്പോൾ റാന്നിക്കാരൻ്റെ കൊച്ചൻ ചോദിച്ചെന്ന്, നന്ദി ഉണ്ടോയെന്ന് അമ്മ ചോദിച്ചത്. എടീ നിനക്കൊരു മനസാക്ഷി നന്ദി വേണം. അമ്മേ അതിന് എന്നോടല്ലേ, അതിനാടാ ഈ 9 മാസം കഴിഞ്ഞ് വേദന വന്നപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നില്ലായിരുന്നെങ്കിലോ? നിങ്ങൾ ചത്തുപോത്തില്ലായിരുന്നു. അവന് വിലങ്ങനെ വല്ലതും കിടന്നായിരുന്നു എന്തോ ഇത്. ഞാനിങ്ങനെ മര്യാദയ്ക്ക് പോകുന്നില്ലേ, അതുകൊണ്ട് എന്നെ കാണുമ്പോഴെല്ലാം നന്ദി പറഞ്ഞോളൂ. അവൻ്റെ അടുക്കൽ എന്തോ ചെയ്യും. പിന്നെ നമ്മുടെ ഈ കോട്ടയക്കാരൻ, ഞങ്ങളുടെ റാന്നിക്കാരെ പാവങ്ങളൊക്കെ അടുത്തൊരു ഇതായിരുന്നു, പോണോടാ എനിക്ക് പോകുമോ, നീ പോകോ, ഇടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. അവത്തേലങ്ങ് ഒതുങ്ങുമായിരുന്നു. സത്യത്തിൽ നമ്മുടെ പല ചേച്ചിമാരൊക്കെ ഇറങ്ങിപ്പോകാതും കെട്ടാതും പ്രേമമൊക്കെ പൊട്ടിയത് അമ്മ എങ്ങനെയാ പൊട്ടിച്ചായിരുന്നല്ലേ. പല പ്രേമം പൊട്ടിച്ചത് എങ്ങനെയാ, സത്യം അത് എങ്ങനെയാ ഇടിപ്പിച്ച ഓടി 2-3 ഇടിച്ചപ്പം കൊച്ചു പറഞ്ഞു, എന്തോ ചെയ്യണ്ട, കെട്ടുക വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കെട്ടത്തില്ല. വേണ്ട, അത് നമുക്കറിയാമല്ലോ ഇത്തിരി കഴിയുമ്പോൾ നടക്കത്തില്ലെന്ന്. ഈ പ്രേമം പൊട്ടിയവരെല്ലാം പറയും വിത്തേ കണ്ടീഷനാണ്, ഞാൻ എന്ത് ചെയ്തേയില്ല, കെട്ടത്തില്ല. അങ്ങനെ കെട്ടത്തില്ലെന്ന് എഴുതി മേടിച്ചവരുണ്ട്, എന്നിട്ട് പ്രേമം പൊട്ടിയവരുണ്ട്, അവർ കെട്ടിയിട്ടുമുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നത്. ഇനി എനിക്ക് മേലിലെന്തോ വേണ്ട, അതിനങ്ങ് സമ്മതിച്ച് കൊടുത്തേക്കണം കേട്ടോ, പിന്നെ നമുക്ക് കെട്ടിക്കാം. ഏതായാലും ഇന്നത്തേനെ ഇടിച്ചാലുണ്ടല്ലോ അമ്മയുടെ നെഞ്ച് പോകുന്നല്ലാതെ, അമ്മയുടെ നെഞ്ച് കലങ്ങാവുന്നല്ലാതെ അത് മിണ്ടുപോകും. അത് ഇടിച്ച് കലങ്ങുമ്പോൾ അവിടെ ഇങ്ങനെ കല്ല് പോലെ നിൽക്കും. അപ്പോഴാണ് ആ കോട്ടയത്ത് സിനിമാ തിയേറ്ററിൽ നിന്ന് പാട്ട് വരുന്നു, നെഞ്ചിലാകെ കല്ലാണേ. ഇടിച്ചാലായോ ഇല്ല. ഇതുങ്ങളെല്ലാം എങ്ങനെ ഇനിയും കൊണ്ടുപോകും? ഇതുങ്ങളെല്ലാം കൊണ്ടുപോകാൻ ഒറ്റ വഴിയുള്ളൂ, നമ്മുടെ വീടുകളിൽ ക്രിസ്തു സാന്നിധ്യം തരണം. ഭയങ്കര ഡിസ്പാരിറ്റി, അകലം കൂടും. നമ്മൾ ചിന്തിക്കുന്നതാണോ? നമ്മളിപ്പം റീൽസിൻ്റെയൊക്കെ ലോകത്താണ്, റിയാലിറ്റിയുടെ ലോകത്തെ അല്ല. അവരെ സ്വാധീനിക്കുന്നതെല്ലാം മറ്റു പലതുമാണ്. ഇവരെല്ലാം ഇനി എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കും? എല്ലാവരും ഭാരപ്പെടുകയാണ്. ഒറ്റ വഴിയുള്ളൂ, ഏത് വൈരുദ്ധ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ വീടുകളങ്ങ് നിറഞ്ഞാൽ മതി.